സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ. തൻ്റെ പേര് വെട്ടിയോ ഇല്ലയോ എന്നറിയില്ല. തൻ്റെ കുടുംബ പശ്ചാത്തലവും പാരമ്പര്യവും കോൺഗ്രസ് തന്നെയാണ്. എന്തു പറയാം, എന്തും ചെയ്യാം എന്നുള്ള സാഹചര്യമാണുള്ളതെന്നും വൈകിട്ട് ചേരുന്ന യോഗത്തിന് ശേഷം INTUC നിലപാട് അറിയിക്കുമെന്നും R ചന്ദ്രശേഖരൻ പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. വെട്ടിയതാരാണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. വെട്ടിയോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയത്തില്ല. കോൺഗ്രസ് INTUCയുടെ 14 ജില്ലാ പ്രസിഡന്റുമാരെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും ഒക്കെ ഇന്ന് പെട്ടെന്ന് ഓൺലൈനിൽ വിളിച്ചിട്ടുണ്ട്. അവരുടെ കൂടിയാലോചന കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഒരു പ്രതികരണമായി നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഈ അഭിപ്രായം കേട്ടതിന് ശേഷം വ്യക്തമായ ഒരു നിലപാട് കേരള സംസ്ഥാന INTUC കൈക്കൊള്ളും എന്ന് നിങ്ങളെ. കൊല്ലത്ത് ഞാൻ കാശി കോർപ്പറേഷന്റെ ചെയർമാനായിരുന്നതുകൊണ്ട് 3.5 വർഷം ഇരുന്ന ഒരാള് 10 വർഷം അന്വേഷിക്കാൻ ഉത്തരവിട്ടതിന്റെ പേരിൽ ഏക പ്രതിയായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കിട്ടിയവനെ ആക്ഷേപിക്കുക എന്ന് പറയുന്നൊരു തത്വം, അത് ചില ആളുകൾക്ക് ഇതിന്റെ യാഥാർത്ഥ്യ ബോധം ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി ആളുകളെ അപമാനിക്കുന്ന കുറെ ആളുകൾ എല്ലാ പാർട്ടിയിലും ഉണ്ടാവും. കോൺഗ്രസിനകത്ത് ഒരു നിയന്ത്രണത്തിന്റെ കുറവുള്ളതുകൊണ്ട് കൂടുതലുണ്ടാവും. അതിലൊന്നും ഒരു അത്ഭുതവും ഞാൻ കാണുന്നില്ല. ഇതിന്റെ ഭാഗമായി പോകാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ഫ്രീഡം, അതുകൊണ്ട് എന്തും പറയാം, എന്തും ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതായത് വലിയ അതൃപ്തിയാണ്. രാജ്കുമാർ വിവരങ്ങൾ വായിച്ചിരിക്കുകയാണ്. രാജ്കുമാർ, വലിയ അതൃപ്തിയാണ് INTUC നേതാവിന് ഉള്ളത്, R ചന്ദ്രശേഖരനുള്ളത്. മുതിർന്ന നേതാവാണ്. ഇപ്പോൾ അലോഷ്യസിൻ്റെ കാര്യം പറഞ്ഞതുപോലെയല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും KSUവിനെ തഴയുന്നു, യൂത്ത് കോൺഗ്രസിനെ തഴയുന്നു, ഇപ്പോഴത്തെ INTUCയെ തഴയുന്നു എന്നതിലേക്ക് പോകുന്നു. അപ്പോൾ ആരെയാണ് R ചന്ദ്രശേഖരൻ പ്രധാനമായും ഉന്നം വെച്ച് സംസാരിക്കുന്നത്? കാരണം നിലവിലത്തെ നേതൃത്വത്തിൽ ചിലരാണ് ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്തുന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എന്നാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള വിമർശനം INTUC മുമ്പോട്ട് വെക്കുന്നത്. വലിയ പൊട്ടിത്തെറിയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. എന്തൊക്കെയാണ് R ചന്ദ്രശേഖരൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്? രാജ്കുമാർ, കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും അതിനുശേഷം നടന്ന ലോക്സഭാ സമ്മേളനമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ, അതേപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഇതിലെല്ലാം വ്യക്തമായി INTUCയുടെ നേതാക്കൾക്കോ അല്ലെങ്കിൽ പ്രവർത്തകർക്കോ തെരഞ്ഞെടുപ്പ് പ്രാതിനിധ്യം നൽകണം. INTUC എന്ന് പറഞ്ഞൊരു തൊഴിലാളി വർഗം കോൺഗ്രസിന്റെ നട്ടലാണ് എന്ന് മറക്കരുത്. ഈ പാവപ്പെട്ടവരുടെ മുഖം INTUC, അത് മറക്കരുത് എന്ന് അദ്ദേഹം പലപക്ഷം വാർത്താ സമ്മേളനത്തിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് മാത്രമല്ല, ഒപ്പമുള്ളവർക്ക്. പക്ഷേ ഈ കോൺഗ്രസ് നേതൃത്വം INTUC ആ നിലയിൽ പരിഗണിച്ചിട്ടില്ല. അതൊന്ന്. 2, ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ KC വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്ക് സാരഥ്യം വഹിച്ചിട്ടുള്ള ആളുകൂടിയാണ് ഈ പറയുന്ന INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. അഴിമതിയും മറ്റു കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുമ്പോൾ അതില് ഈ ലൈംഗികവുമായി ബന്ധപ്പെട്ട ആരോപണം വിധേയരായവർക്ക് പോലും ഇക്കുറി സീറ്റ് കൊടുത്തു. അഴിമതി വിജിലൻസ് കേസ് നേരിടുന്നവർക്കും ഇക്കുറി സീറ്റ് കൊടുത്തു. അപ്പോഴാണ് ചന്ദ്രശേഖരനെ കാശി കോർപ്പറേഷന്റെ പേരിലുള്ള അഴിമതി എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നത്. ഇത് ഇപ്പൊ അദ്ദേഹം KC വേണുഗോപാലിനോട് നേരിട്ട് അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഈ ചോദ്യം KC വേണുഗോപാൽ മറുപടി പറയേണ്ടി വരും, ഈ KPCC പ്രസിഡന്റ് പറയേണ്ടി വരും, AK ആന്റണി പറയേണ്ടി വരും. അപ്പോ ഈ നിലയിലാണ് അദ്ദേഹത്തിന്റെ ചോദ്യശരങ്ങൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ഒരു തരത്തിലും R ചന്ദ്രശേഖരനെ പരിഗണിക്കാതിരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ആളുകൂടിയാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ്. ഇത് INTUCയുടെ സംസ്ഥാന നേതാക്കൾ തന്നെ പലവട്ടം മാധ്യമങ്ങളോടൊക്കെ നേരിട്ടും അല്ലാതെയും പറഞ്ഞിട്ടുണ്ട്. ഇത് R ചന്ദ്രശേഖരനെ ഒതുക്കാനുള്ള നീക്കം എന്ന് പറയുന്നത് INTUCയെ തഴയലാണ്. INTUC എന്ന് പറയുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിലാളി സംഘടനയാണ്. ആ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനിലെ അംഗമായിട്ടുള്ള R ചന്ദ്രശേഖരനെ തഴയുന്നത് അങ്ങേയറ്റം അപലപനീയമാണെന്ന് അവരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തായാലും INTUC തൊഴിലാളികളുടെ ഒരു അമർഷം ഈ തെരഞ്ഞെടുപ്പിൽ പുകയുമെന്നുള്ളതും ഉറപ്പാണ്, ഉണ്ടാവും. അത് മാത്രമല്ല, ഈ യോഗത്തിന് ശേഷം INTUCയുടെ നിർണായക യോഗം നടക്കും. അതിനുശേഷം INTUCയുടെ നിലപാടും പ്രഖ്യാപിക്കുമെന്നാണ് R ചന്ദ്രശേഖരൻ പറയുന്നത്. വലിയ അതൃപ്തിയാണ് അവിടെ പുകയുന്നത്. രാജ്കുമാറാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത്.